എംപിമാർക്ക് സീറ്റ് നൽകേണ്ടെന്നാണ് കോൺഗ്രസിലെ തീരുമാനം. സീറ്റ് നൽകില്ലെന്ന് ഹൈക്കമാൻഡ് എംപിമാരെ അറിയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉടൻ പ്രഖ്യാപിക്കും. കെ സുധാകരന് സീറ്റ് ഉണ്ടാകില്ല. പെരുമ്പാവൂരിലെ സിറ്റിംഗ് എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളിയെയും പരിഗണിച്ചിട്ടില്ല. ഒറ്റപ്പാലത്ത് പി കെ ശശിക്ക് കോൺഗ്രസ് പിന്തുണ നൽകും. പാലക്കാട് രമേശ് പിഷാരടിയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി. വിനീത വി ജി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, എപ്പോൾ പ്രഖ്യാപനമുണ്ടാകും വിനീത? ഉന്മേഷ്, ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചത്തെ യോഗത്തിന് ശേഷം നേതാക്കളും അത് തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് ഉടനെ തന്നെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എംപിമാർ മത്സരരംഗത്തുണ്ടാകില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ KPCC നേതൃത്വം എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഈ സന്നദ്ധത അറിയിച്ച എംപിമാരെ അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സുധാകരൻ അടക്കമുള്ള എംപിമാർ മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സുധാകരനെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ മറുവശത്ത് തുടരുന്നുമുണ്ട്. അതിനിടയിൽ ചില നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവനിലാണ്. ഡൽഹിയിൽ ഇന്ദിരാഭവനിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. രണ്ടാം ഘട്ട പട്ടികയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇവിടെ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനിടെ ചില സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളിലേക്കടക്കം അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആദ്യഘട്ട പട്ടിക അത് അല്പസമയത്തിനകം ഉണ്ടാകും. 56 സ്ഥാനാർത്ഥികളായിരിക്കും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാവുക. ഇതിൽ സിറ്റിംഗ് MLA-മാരടക്കമുള്ള സ്ഥാനാർത്ഥികളായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ഏറെക്കുറെ എം ലിജു കായംകുളത്താണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അരൂർ ഷാനിമോൾ ഉസ്മാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ചേർത്തല രാജേന്ദ്ര പ്രസാദ് ഉറപ്പിച്ചു കഴിഞ്ഞു. ആലപ്പുഴ റീഗോ രാജു അല്ലെങ്കിൽ AD തോമസ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ചാത്തന്നൂർ വേണ്ടെന്ന് ഫോർവേഡ് ബ്ലോക്ക് അറിയിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ സൂരജ് രവി, ഒപ്പം തന്നെ ചൈത്ര തമ്പൻ എന്നിവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ചില അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ എൽദോസ് കുന്നപ്പള്ളിയാകും പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ പിന്നാലെ അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി ഒരു പുനരാലോചനയിൽ അടക്കം കാര്യങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിട്ടില്ല. അത് വളരെയധികം ചർച്ച ചെയ്തു. പക്ഷേ ആദ്യഘട്ട പട്ടികയിൽ പെരുമ്പാവൂർ ഉണ്ടാകില്ല. രണ്ടാം ഘട്ട പട്ടികയിലായിരിക്കും പെരുമ്പാവൂർ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒറ്റപ്പാലത്ത് പി കെ ശശിക്ക് പിന്തുണ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. ഇനി ഉന്മേഷ് ചോദിച്ചതുപോലെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് എപ്പോൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എംപിമാർ ചിത്രത്തിലേ ഇല്ലെന്ന് നേരത്തെ തന്നെ മധുസൂദൻ മിസ്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കൽ കൂടി നേതൃത്വം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച എംപിമാരോടൊക്കെ തന്നെ ഇക്കാര്യം ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട്. ഉന്മേഷ്, വിനീത, ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് CPI-യുടെയും CPM-ന്റെയും ഒക്കെ നേരത്തെ തന്നെ നടന്നു. മുഖ്യമന്ത്രി കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 24 മണിക്കൂറിനകം പട്ടിക ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. ഇപ്പോഴും ഈ തർക്കങ്ങൾ ബാക്കി നിൽക്കുകയാണല്ലോ വിനീത. തീർച്ചയായും ഉന്മേഷ്, ആദ്യഘട്ടത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ നൽകുന്നൊരു വിശദീകരണം വേഗതയല്ലല്ലോ, ആരൊക്കെ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതല്ലേ കാര്യം എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഏതാണെങ്കിലും ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യഘട്ട പട്ടിക ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അതിൽ ഈ എംപിമാരടക്കം മത്സരസന്നദ്ധത അറിയിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നേതൃത്വത്തെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ മറ്റ് അടൂർ പ്രകാശ് അടക്കമുള്ള എംപിമാരെ എങ്ങനെ പരിഗണിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നേതൃത്വത്തിന് തുടക്കം മുതൽ ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിൽ ഇന്നലെ ഹൈക്കമാൻഡുമൊക്കെയായി വീണ്ടും നേതൃത്വം കൂടിക്കാഴ്ച നടത്തുകയും രാഹുൽ ഗാന്ധിയും ഖർഗെയും ഒക്കെയായി നേതാക്കൾ കാണുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്തിമ തീരുമാനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അത് ഹൈക്കമാൻഡും അംഗീകരിച്ചിട്ടുണ്ട്. അല്പം വൈകാതെ തന്നെ ആദ്യഘട്ട പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.